അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്തി 30. മിഷ്കാത്ത് എന്ന കോളേജുകളിലും പള്ളി ദർസുകളിലും എല്ലാം പഠിക്കുന്ന കിതാബിന്റെ കിതാബ് റിഖാത്ത് എന്ന കിതാബിൽ ബാബു തവക്കുലി വസ്സബിരി എന്ന അധ്യായത്തിൽ 30-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 29 ഭാഗങ്ങളും കേൾക്കണം എന്നും അത് കേട്ടാൽ വളരെയധികം ഉപകാരപ്രദമായ അറിവുകൾ നേടാൻ സാധിക്കുമെന്നും ഉണർത്തുകയും 3-ാമത്തെ ഹദീസ് മുതലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാബു തവക്കുലി വസ്സബിരി എന്ന ബാബിലെ 3-ാമത്തെ ഹദീസ്. وعن شعيب قال عجبا لأمر المؤمنين أمره كله له خير. ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിനി, മുഅ്മിനിന്റെ കാര്യത്തിലാണ് അത്ഭുതം. ഇന്ന അംറഹു കുല്ലഹു, മുഅ്മിനിന്റെ മുഴുവൻ കാര്യങ്ങളും ലഹു ഖൈറുൻ, അവനിക്ക് ഖൈറാണ്. മുഅ്മിനിക്ക് വരുന്ന എന്ത് കാര്യമുണ്ടോ എല്ലാം അവനിക്ക് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, ഇങ്ങനെ മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഇല്ല. ഇന്ന സ്വാബതുഹു സറാഉ, സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം മുഅ്മിനായ ഒരു മനുഷ്യനിക്കുണ്ടായാൽ ശക്കറ, അവന് അതിന് അല്ലാഹുവിനിക്ക് നന്ദി പ്രകടിപ്പിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ ആ കാര്യം അവനിക്ക് ഖൈറാണ്. വഇന്ന സ്വാബതുഹു ളറാഉ, ഇനി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു പരീക്ഷണം അവനെത്തിയാൽ സ്വബറ, അവന് ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അപ്പോൾ അവനിക്ക് ഖൈറാവും. ഇത് മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഇല്ല. ഈ ഹദീസ് മുമ്പ് നമ്മളുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മിഷ്കാത്ത് ക്രമം അനുസരിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ പറയാൻ കാരണം. ഈ ഹദീസ് റവാഹു മുസ്ലിം, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 4-ാമത്തെ ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരാധന വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ശക്തനായ മുഅ്മിൻ ഖൈറുൻ, അവന് ഉത്തമനാണ്, ഖൈറാണ്, വഅഹബ്ബു, അവന് ഇഷ്ടപ്പെട്ടവനുമാണ്, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, മിനൽ മുഅ്മിനിൽ ളഈഫ്, ആരാധന വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത ശക്തനായ മുഅ്മിനിനേക്കാൾ. ഒരർത്ഥം അതാണ്. 2-ാമത്തെ ഒരു മഅന കൂടി ഈ ഹദീസിനുണ്ട്. അതേ, അൽ മുഅ്മിനുൽ ഖവിയ്യു എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അവരെ സന്മാർഗത്തിലൂടെ നയിക്കുവാനും സാധിക്കുന്ന, ജനങ്ങളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് ദീൻ പഠിപ്പിക്കാൻ സാധിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ ഖൈറുൻ, അവൻ ഖൈറാണ്, മിനൽ മുഅ്മിനിൽ ളഈഫി, ഇതിന് സാധിക്കാത്ത ബലഹീനനായ മുഅ്മിനിനേക്കാൾ. ഇതാണ് 2-ാമത്തെ അർത്ഥം. ഈ 2 അർത്ഥവും ഇവിടെ ഉദ്ദേശമാണ്.
വഫീ കുല്ലിൻ ഖൈർ, എല്ലാ മുഅ്മിനിലുമുണ്ട് ഖൈർ. അസ്ലുൽ ഖൈർ, ഖൈർ എന്ന് പറയുന്ന സംഗതി ദഈഫായ മുഅ്മിനാണെങ്കിലും അവനിലുണ്ട്, ഇനി ഖവിയായ മുഅ്മിനാണെങ്കിലും അവനിലും ഖൈറുണ്ട്. അതുകൊണ്ട് ഹിരിസ്, നീ ആഗ്രഹിക്കുക, അലാമായം ഫൗക, നിനക്ക് ഉപകാരമുള്ളത് നീ ആഗ്രഹിക്കുക. വസ്തഈൻ ബില്ലാഹ്, അത് ചെയ്യുന്നതിന്റെ മേലിൽ നീ അല്ലാഹുവിനോട് സഹായം തേടുക. വലാ തഅജ്സ്, നീ അശക്തനാവണ്ട. വഇൻ അസാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നൊന്നും ഒരിക്കലും നീ പറയണ്ട. നീ എങ്ങനെ ചെയ്താലും അല്ലാഹു കണക്കാക്കിയത് നിനക്ക് വരിക തന്നെ ചെയ്യും. വലാകിൻ, എങ്കിലും ഖുൽ, നീ പറയണം ഖദ്ദറല്ലാഹ്, അല്ലാഹു കണക്കാക്കി. വമാശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്, വമാശാ അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. ഫഅല, അതിനെ അല്ലാഹു ചെയ്യും. അല്ലാഹു ഉദ്ദേശിച്ചതിനെ അല്ലാഹു ചെയ്യും. ഇതാണ് നീ പറയേണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല, ഇതിലൂടെ പോയാൽ അതൊരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയാൻ പാടില്ല. അത് ഈമാനിന് എതിരാണ്. ലൗ എന്ന് പറയുന്ന ആ കലിമത്ത്, ആ പദം, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അതാണ് ഇപ്പോഴത്തെ ലൗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബിയിൽ. ഈ ലൗ എന്നത് ശൈത്താന്റെ പ്രവർത്തനത്തിനെ തുറക്കുന്ന ചാവിയാകുന്നു ലൗ. അതായത് അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ള പ്രയോഗം, അത് ശൈത്താന്റെ അമലിനെ തുറക്കുന്ന ചാവിയാകുന്നു. മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അൽ ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല്, അഞ്ചാമത്തെ ഹദീസാണ് ഈ ഫസ്ലിൽ പറയുന്നത്. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി, ലൗ അന്നകും, നിങ്ങൾ തീർച്ചയായും നിങ്ങളാവുകയാണെങ്കിൽ, തതവക്കലൂൻ, കാര്യങ്ങൾ അല്ലാഹുവിൽ അർപ്പിക്കുന്നവരാവുകയാണ് നിങ്ങൾ എങ്കിൽ, അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലിൽ കാര്യങ്ങളൊക്കെ അർപ്പിക്കുന്നവരായി നിങ്ങൾ മാറിയാൽ, ഹഖ്ക തവക്കുലി, അർപ്പിക്കേണ്ട മുറപ്രകാരം, കണക്കനുസരിച്ച്, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിൽ എങ്ങനെ തവക്കുലാക്കണമോ ആ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാവുകയാണെങ്കിൽ, ലറസഖക്കും, നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകും. കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകും. തഖുദു ഖിമാസ, വിശന്നുകൊണ്ട് ആ പക്ഷി രാവിലെ അതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. വതറഹു ബിതാന, വയറ് നിറച്ച നിലയിൽ വൈകുന്നേരം അത് കൂട്ടിലേക്ക് തിരിച്ചു വരും. റവാഹു തുർമുദി വ ഇബ്നു മാജ, ഇമാം തുർമുദി, ഇബ്നു മാജ എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആറാമത്തെ ഹദീസ്, വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ലൈസ മിൻ ഷൈഇൻ, ഒരു വസ്തുവും ഇല്ല, യുഖരിബുക്കും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു വസ്തുവും ഇല്ല,
നരകത്തിനെ തൊട്ട് നിങ്ങളെ ദൂരത്താക്കുന്നതുമായ ഒരു വസ്തുവും ഇല്ല. ഇല്ലാക്കത് അമർത്തുക്കും ബിഹി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാതെ ഇല്ല. എന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് അത് ചെയ്താൽ അടുക്കും ഒരു മനുഷ്യൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നരകത്തിനെ തൊട്ട് നിങ്ങളെ ദൂരീകരിക്കും ആ കാര്യം ചെയ്താൽ. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളോട് ഇനി കൽപ്പിക്കാൻ ബാക്കിയില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യവും കൽപ്പിച്ചിട്ടല്ലാതെ ഇല്ല. അതുപോലെ ഇനി ഒരു ഒന്നും തന്നെ ഇല്ല, ഒരു വസ്തുവും യുഖരിബുക്കും, അത് നിങ്ങളെ അടുപ്പിക്കും, മിനന്നാർ, നരകത്തിലേക്ക്, വയുബായിദുക്കും മിനൽ ജന്ന, സ്വർഗത്തിനെ തൊട്ട് അത് നിങ്ങളെ ദൂരീകരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യവും ഇനി ഇല്ല. ഇല്ലാക്കത് നഹൈതുക്കും അൻഹു, അതിനെ തൊട്ട് നിങ്ങളെ ഞാൻ വിരോധിച്ചിട്ടല്ലാതെ ഇല്ല. വഇന്ന റൂഹൽ അമീൻ, തീർച്ചയായും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, വഫീ റിവായത്തിൻ വഇന്ന റൂഹൽ ഖുദ്സി എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്, ഒരു റിപ്പോർട്ട്. റൂഹുൽ ഖുദ്സ് എന്നാലും ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം. നഫസ ഫീ റൂഇ, എന്റെ കൽബിലേക്ക് വഹി ഇറങ്ങിച്ചു, എന്റെ കൽബിലേക്ക് ഊതി എന്നാണ്. ഊതി എന്ന് പറഞ്ഞാൽ വഹി ഇറങ്ങിച്ചു എന്നാണ് ഉദ്ദേശം. അന്ന നഫ്സൻ, തീർച്ചയായും ഒരു ശരീരം, ഒരു നഫ്സ്, ലം തമൂത, ഒരിക്കലും തന്നെ മരിക്കുകയില്ല, ഹത്താ തസ്തക്മില റിസ്ഖഹാ, അതിനെ കണക്കാക്കിയ റിസ്ക് പൂർത്തിയാക്കാതെ ഒരൊറ്റ മനുഷ്യനും മരിക്കുകയില്ല. അലാറിയുക ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅജ്മിലു ഫി തലബി, റിസ്കിനെ തേടുന്നതിൽ നിങ്ങൾ ഭംഗിയാക്കുക, നന്നാക്കുക. ഹലാലായ റിസ്കിനെ നിങ്ങൾ തേടുക എന്നർത്ഥം. വലാ യഹ്മിലന്നകും, ഒരിക്കലും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ഇസ്തിബ്താഉ റിസ്ഖി, റിസ്ക് പിന്തൽ, റിസ്ക് കിട്ടാൻ താമസിക്കൽ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ദോഷം ചെയ്തുകൊണ്ട്, അല്ലാഹു പറഞ്ഞതിന് എതിര് ചെയ്തുകൊണ്ട് റിസ്ക് തേടുന്നതിലേക്ക് ഒരിക്കലും അത് പ്രേരണയാവരുത്. തീർച്ചയായും കാര്യം അല്ലാഹുവിന്റെ അരികെയുള്ളതിനെ എത്തിക്കാൻ സാധ്യമല്ല. ഇല്ലാ ബിതഅതിഹി, അള്ളാഹ്ക്ക് ആരാധിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ അരികെയുള്ളത് കിട്ടുകയുള്ളൂ, അഥവാ സ്വർഗം ലഭിക്കുകയുള്ളൂ. എന്ന കിതാബിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈഹഖി ഇമാം ശുഅബുൽ ഈമാൻ എന്ന കിതാബിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈഹഖി ഇമാമിന്റെ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ലം യദ്കുറു വഇന്ന റൂഹൽ ഖുദ്സി എന്ന ഭാഗം പറഞ്ഞിട്ടില്ല. അതാണ് വ്യത്യാസമുള്ളത്. ഇത് ഈ ഭാഗം 30-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 31-ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പ്രവർത്തനമായി ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവരുടെ അർവാഹിലേക്ക് ഇതിന്റെ ഒക്കെ പ്രതിഫലം, പ്രത്യേകിച്ച് എന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഖബറുകളിലാണ്, അവരുടെ റൂഹുകളിലേക്ക് ഇതിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.